ഹായ് നമസ്കാരം. എന്താണ് എഞ്ചിൻ റൂമിലെ എമർജൻസി എസ്കേപ്പ്? നമുക്കൊന്ന് കണ്ടാലോ? കമോൺ. ഇതാണ് നമ്മുടെ എഞ്ചിൻ റൂമിലെ ബോട്ടം പ്ലാറ്റ്ഫോം. ഇവിടെ നിൽക്കുമ്പോൾ എമർജൻസി എക്സിറ്റ് എന്ന് കാണാനായിട്ട് സാധിക്കും. എപ്പോഴാണ് എമർജൻസി എക്സിറ്റുകൾ ഉപയോഗിക്കുന്നത്? അതായത് അപകട സാധ്യത കൂടുതലാണ് എഞ്ചിൻ റൂമിൽ. അങ്ങനെ ഒരു അപകട സാധ്യത ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എമർജൻസിയായി എസ്കേപ്പ് ആവാനായി യൂസ് ചെയ്യുന്നതാണ് എമർജൻസി എക്സിറ്റുകൾ. ഇത് ജനറേറ്റർ പ്ലാറ്റ്ഫോമിലെ എമർജൻസി എക്സിറ്റാണ്. ഇതുപോലെ തന്നെ ഓരോ പ്ലാറ്റ്ഫോമിലും എമർജൻസി എക്സിറ്റുകളുണ്ട്. അപകട സാധ്യത വരുമ്പോൾ നമ്മൾ എമർജൻസി എക്സിറ്റ് യൂസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് സുരക്ഷിതമായി ഡെക്കിൽ എത്തിച്ചേരാനും പെട്ടെന്ന് തന്നെ മസ്റ്റർ സ്റ്റേഷനിൽ മസ്റ്റർ ആവാനും സാധിക്കും. അതായത് ഒരു പുതുതായൊരു ക്രൂ ഒക്കെ വരുമ്പം ഒരു സേഫ്റ്റി ബ്രീഫിംഗ് ഉണ്ടാവാറുണ്ട്. ഈ സേഫ്റ്റി ബ്രീഫിങ്ങിൽ മെയിനായി പറഞ്ഞു കൊടുക്കുന്ന ഒന്നുകൂടിയാണ് ഈ എമർജൻസി എക്സിറ്റുകൾ. നമ്മുടെ കപ്പലിൽ തന്നെ ടോട്ടൽ ഇപ്പോൾ പുറത്ത്, അതായത് എൻജിൻ റൂമിൽ 3 എമർജൻസി എക്സിറ്റും പിന്നെ എൻജിൻ കൺട്രോൾ റൂമിൽ നിന്നും ഒരു എമർജൻസി എക്സിറ്റുമാണ് ഉള്ളത്. ഇത് നിങ്ങൾക്കിപ്പോൾ നമ്മുടെ എൻജിൻ റൂം കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ എൻജിൻ റൂമിൽ ഇത്രയും പ്ലാറ്റ്ഫോമും പിന്നെ സ്റ്റെയർ എല്ലാം പോയിരിക്കുന്ന എത്ര താഴത്തേക്കാണെന്ന് മനസ്സിലാവും. ഒരു ക്രൂ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എമർജൻസി എക്സിറ്റ് യൂസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഇതുപോലെ പുറത്തേക്ക് എത്താനായിട്ട് സാധിക്കും. ഇതാണ് എമർജൻസി എക്സിറ്റ് അഥവാ എമർജൻസി എസ്കേപ്പ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.